ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ. ഇന്നലെ നമ്മൾ കണ്ടത് പിഞ്ചുവിൻ്റെ മോളുടെ ബർത്ത്ഡേയുടെ വീഡിയോ ആയിരുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ പിറ്റത്തെ ദിവസം തന്നെ ചാവക്കാടേക്ക് പോവാണ്. അവളെ കെട്ടിച്ചു വിട്ടത് ചാവക്കാടാണ്. അപ്പം ഞങ്ങൾ ചുരത്തിൻ്റെ അവിടെ നിർത്തി ചെറിയൊരു ചായയും കടിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഫുൾ വീഡിയോ എന്ന് പറയുന്നത് ചാവക്കാട് ബീച്ച്, ചാവക്കാട് പോയിട്ട് അവിടെ നിന്നുള്ള കേക്ക് മുറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം കുഞ്ഞുവാവയായിട്ടുള്ള കുറേ നല്ല നല്ല അടിപൊളി നിമിഷങ്ങളാണ് കേട്ടോ. ജഡ്ജുണ്ടോ മമ്മ? കിളിയുണ്ടോ അവര്? കാക്കക്കിളിയാണ്. കൊച്ചു കൊച്ചോ ചായച്ചു നിങ്ങളെ എന്നോട് ആ മുട്ട വായിൽ വെച്ചിട്ട് വിരിയൊന്നുണ്ട്. അങ്ങ് ബവറേക്ക അങ്ങ് ബവറേ അങ്ങ് ബവറേ പേടിച്ച് ഞാൻ ഫോട്ടോ ഇന്ന് തരാം. ചേച്ചി ഉണ്ടാങ്കു തിന്ന് 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 ഐ തിന്നങ്കു എരിയുണ്ടല്ലേ? എരുണ്ടോ? തിന്ന്. കോലുമുട്ടയല്ല, മുട്ട തിന്നങ്കു. അവിടെ നോക്കണേ, ഒരു മുഷ നോക്ക്. എത്ര വലിയ മുഴുവാ ശരിക്കും. ഇതിലൊക്കെ ഇറങ്ങി പിടിക്കാലേ. അതൊക്കെ പോയത് ആ തൊളേൻ്റെ ഉള്ളിൽ പോയി. കല്ലിന്റെ ഉള്ളിൽ കല്ലിക്ക് പോണ്. അത് നിനക്ക് കിട്ടുവോ? ഞാൻ കണ്ടില്ല. ആദ്യം കിട്ടുമായിരുന്നു. നമ്മൾ ഒച്ചയിട്ടിട്ട് പോയി കണ്ടിട്ട് നോക്കിയതാ. മുസുകല്ലി വേണോ? കല്ലി ശരിക്കും നമ്മൾ ഒച്ചയിട്ടപ്പോ പോയതാടി. എന്താ സ്ഥലം തിരക്കുണ്ടാവും. പിഞ്ചു മീനെ നോക്ക്. കണ്ടാ ചെറുതല്ല, നമ്മുടെ വലുത്. ഇതാ ഇതൊക്കെ വലുതാ. അത് വലിയ മുഴു. ശരിക്കും പിടിച്ചാ പൊച്ചു. അത്ര വലുപ്പം. ആ അങ്ങനത്തെയാണ് ആദ്യം നമ്മള് കൊറേ കണ്ടേ. അതാ കുഞ്ഞുമീന്. കല്ലിട് അങ്കുരു നോക്കട്ടെ. കല്ലിട്, കുളുമിട് നോക്കട്ടോ. ആ കുളൂട് നോക്കട്ടെ. ഒരു കുളം പോലും കണ്ടില്ല. വീണോയാലോ? അങ്ങച്ച് കല്ല് ഓർക്കുന്നുണ്ട്. കുളുവിന്റെ കൂടെ പോവും. അങ്ങോട്ട് കുളും. അതാ പിഞ്ചു കുളും. അങ്ങനെ അങ്ങനെ ഉമ്മുണ്ട്. ഓളെ കാല് കേറി കടിക്കൂല. അങ്കുരു എന്താണ്? അങ്കുരു ഉറുമ്പുണ്ടോ? ഇങ്ങനാക്ക് ഇങ്ങനാക്ക്. ആ അങ്ങനെ തന്നെ. ടപ്പ് 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 ടപ്പ്. കല്ലിട് പച്ചനെ പോരുത്. ആണിട്ടോ. രസമുണ്ടോ? നീ വിട്ടു വരുതട്ടാ. ഇതിലേക്ക് വെള്ളമല്ലോ അല്ലേ? ആ ഇതിൻ്റെ അടിയിലുണ്ട്.
കല്ല് പെറുക്കാൻ പോണോക്ക് പൂക്കളൊക്കെ. ഇതിന്റെ അടിപൊളി പൂവാണ് ഇപ്പൊ നമ്മള് പൂന്തോട്ടത്തിൽ വെക്കണേ. ഇതിന്റെ ചെടി നല്ല രസം ഉണ്ടാവല്ലേ. നിനക്കൊരു കുഴപ്പമില്ലല്ലോ, പിന്നെന്താ. അങ്ങോട്ട് ടപ്പ് ടപ്പ് കച്ചുമ്മ. ടപ്പ് 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 ടപ്പ്. വണ്ടിയുടെ സീറ്റൊന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് കയറിയാണ്. വർക്ക്ഷോപ്പിൽ ആൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ തൊട്ടടുത്തുള്ള പാടത്തും പറമ്പത്തൊക്കെ ഒന്ന് പോയി. അപ്പം നല്ല രസമുണ്ടായിരുന്നു. കുട്ടിക്ക് കളിക്കാനൊക്കെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ വർക്ക്ഷോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വാവാക്ക് വർക്ക്ഷോപ്പാണല്ലോ, അതൊരു ഭയങ്കരമായിട്ട് മിസ്സായി. അപ്പോൾ ഞാനും അനിയത്തി ഇങ്ങനെ വർക്ക്ഷോപ്പിനുള്ളിൽ കയറി നടക്കുകയാണ്. അപ്പോൾ മോക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആളും ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാം കൂടിയിട്ട് അവിടെ നിന്ന് മെക്കാനിക്കൽ പണി ചെയ്യുന്ന കുറച്ച് വീഡിയോസ് കാണാം കേട്ടോ. വർക്ക്ഷോപ്പിലിരുന്ന് പണിയെടുക്കാറില്ല. അതെത്ര 14 മതി. ഏതാ സ്പെൻഡർ? മാമ രച്ചുണ്ടോ? രസുണ്ട്. നട്ടും സ്ക്രൂ ഒക്കെ വേണോ? സ്പാൻഡർ മേടിച്ചാ മതി. മാമാനെ സഹായിക്കും. മാമാനെ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ സർക്കസും ഉണ്ട്. എന്ത് മുത്തായത്? ഓക്കെ, ഒരു അറപ്പം തോന്നില്ലല്ലോ. അല്ലെങ്കിൽ ചീച്ചി പറയുന്ന ആളാ. അങ്ങനെ വണ്ടിയൊക്കെ റെഡിയാക്കി ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇതേ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങൊരു ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അവിടെ തുള്ളി തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മണി സമയത്ത് എത്തണം എന്നുള്ള രീതിക്കാണ് നമ്മൾ പോകണം. നമ്മൾ രാവിലെ നേരത്തെ തന്നെ പുറപ്പെട്ടുകൊണ്ട് നല്ല എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് വണ്ടി എവിടെയെങ്കിലുമൊക്കെ നിർത്തി നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളാണെങ്കിൽ ഭയങ്കര കളിയാണ് കേട്ടോ. വണ്ടിയിലിരുന്നിട്ട് ഒത്തിരി ഇഷ്ടമാണ് ഇക്കാട് കൂടെ അവൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ചാവക്കാട് പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ഒരുപാട് പുഴകളുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമാണ് അവിടെയൊക്കെ. ഞങ്ങൾ അധികം പോകുമ്പോഴും അവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിൻ്റെ അവിടെ നമ്മൾ വണ്ടി സൈഡാക്കി. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഞങ്ങളൊരു ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് കഴിച്ചിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടും ഓറഞ്ചും വത്തക്ക അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അപ്പം ഞങ്ങളത് പിഞ്ചുവിൻ്റെ തറവാട്ടിൽ എത്തിയിട്ടോ. എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം പോയത് പുളിമരത്തിൻ്റെ ചുവട്ടിലേക്കായിരുന്നു. താഴ്ന്ന് നോക്കുമ്പോൾ തന്നെ പുളിയുണ്ടായിരുന്നു. അപ്പം നമുക്കിനി പുളിയൊക്കെ പറിക്കാം. ഓ, പൊട്ടിച്ചിട്ട് കിട്ടുന്നില്ല, ഭയങ്കര ശക്തി. പച്ചപ്പുളി. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കുറേ മക്കളുണ്ട് കേട്ടോ. അങ്കുരുവിനാണെങ്കിൽ കുട്ടികളെ കിട്ടിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവർ ഫുൾ കളിയായിരുന്നു. അവൾ ഇട്ടോട്ട് പോയ ഡ്രസ്സ് മാറൽ, അവരെല്ലാവരും ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിഞ്ചുവിൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളും അതുപോലെ അവിടുത്തെ ഉമ്മയും പിന്നെ ഉമ്മയുടെ പെങ്ങന്മാരും എല്ലാവരും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ ഇടിക്കാമെന്നൊക്കെ ചോദിച്ചിട്ട് ആളൊരു മൈൻഡും ഇല്ല, ഫുള്ള് കളിയിലാണ്. ഈ ബ്രിക്സൊക്കെ വെച്ചിട്ടുള്ള കളിയിലാണ് കേട്ടോ. കുട്ടികളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഇരുന്ന് കളിയാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു ഡ്രസ്സ് മാറി
ആൾക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. ഇത് ഊരാൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. നമുക്കാണെങ്കിൽ അടുത്ത വേറെ ഡ്രസ്സ് ഇടിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് ഊരുമ്പോൾ അവൾ ഒച്ച ഉണ്ടാക്കുകയാണ്, ഊരണ്ടാന്ന് പറഞ്ഞിട്ട്. പിന്നെ അടുത്ത ഡ്രസ്സ് വേറെ ഇടിക്കുക. അങ്ങനെ 3-4 ഡ്രസ്സ് അവരെടുത്ത എല്ലാ ഡ്രസ്സും ഞങ്ങൾ ഇടിച്ചു നോക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാഷൻ ഷോ ആയിരുന്നു കേട്ടോ കുറച്ച് നേരത്തേക്ക്. ഞാൻ ആ ഡ്രസ്സ് ഊരിയിട്ടത് ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഡ്രസ്സ് ഊരണ്ടാന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് തൊട്ട് മുമ്പ് കഴിഞ്ഞപ്പോൾ വേറൊരു ഡ്രസ്സ് ഇടിച്ചു. ഇത് കൊച്ചിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് വെച്ചിട്ട് കുറേ നേരം അവൾ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നേ. ഒരാൾ സ്റ്റൈലാക്കണ നോക്ക് പറയുന്നിട്ട് പിഞ്ച് മേഡം ഫോട്ടോ എടുക്കാൻ ഓളെ കഴിച്ചിട്ട് മുറ്റത്തേക്ക് പോവാൻ മുറ്റായി എന്നാ വേണ്ട 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 ആഴ്ചക്കുട്ടി തിന്നു പോളോ തിന്നു മുട്ടായി അങ്ങോട്ട് മുട്ടായി പിഞ്ചൊരു അടിക്ക് ഞാൻ പോയി ഞെടി അത് കിട്ടിയില്ലടി ഞാൻ തന്നെ അതെ ബട്ടൺ നീക്കി വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ അങ്കുരു ഹാപ്പി ബർത്ത്ഡേ ടു യു കൈവിട്ട് അങ്കുച്ചിനൊക്കെ ഓളെങ്ങനെ തിന്നുള്ളൂ കത്തിയ കത്തിന്റെ ആളാ. ആദ്യമായിട്ടാണ് ചെല്ലു മേടിക്ക് ഞാൻ കൊടുത്തോളാം, നോ പ്രോബ്ലം. ഇനി ഓള് പരിപ്പാക്കിക്കോളൂ. അങ്ങോട്ട് ഇങ്ങോട്ട് വാ. അസ്തമയം പിന്നെ ഇതിൽ അസ്തമയൊന്നും കാണുന്നില്ലല്ലോ. അസ്തമയം എന്റെ മോളെന്തോട്ട് ഓടുന്നേ. എല്ലാരും വീട് ഫോണും പിടിച്ചോണ്ടല്ലോ. കാണാൻ മാത്രം ഉണ്ടല്ലേ. എന്റെ നമ്മളെ ടീമാണല്ലോ ഫുള്ള് അല്ലേ മുസ്ലിംസ്. എങ്ങനെ അറിയണേ അങ്ങോടാ എന്താ എടി ഇപ്പൊ പരിപ്പാക്കൂട്ടോ. കൊട മാത്രം മേടിച്ചേക്ക്. എനിക്ക് കൊട വേണ്ടേ? എന്തൊരു ജനാവിച്ചത്. ഇത്രയൊക്കെ ആൾക്കാരുണ്ടാവും. ഇത്രയും വലിയ ബീച്ചാണല്ലേ. അതെ, ഫോട്ടോ എടുക്കാൻ റെഡിയാണോ? ഇങ്ങനെ ചെരിഞ്ഞ നാളെ അപ്പൊ രണ്ടും കൂടി കിട്ടും. അങ്ങ് ചിച്ച് നിലത്തിച്ച്
ഉടുപ്പ് താത്തിട്ട് മുത്തു അങ്ങൊരു നിക്കാവാലിയ നിക്കാവാലിയ ഞാൻ എണീക്കണം. അവന്റെ ചെരുപ്പിന്റെ ഉള്ളിൽ ഫുള്ള് മണ്ണ. മണൽ മോൾ അതടാ ചുട്ടു വിളമ്പ കാണാത്ത കഥകളിലെ എന്നോട് ഇപ്പൊ പറയായിരിക്കും. പിഞ്ചു പിഞ്ചു ഞാൻ വീഡിയോ എടുത്തോളാം, നീ കുട്ടീനെ പിടിച്ചാൽ മതി. പിഞ്ചു തിരിച്ചു ചേർത്ത് എന്നാലേ കാണുള്ളൂ, മുഖം കണ്ടേ. ഞാൻ വെള്ളത്ത് പോല അങ്ങ് ചക്ക 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 മതി മതി. കടലില് ഞാനോ തിഞ്ചു പോയിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. ഇല്ല 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 അവിടുത്തെ ഓ ഗൾഫ് കടല്ലേ. നൈറ്റ് ആയില്ലേ? ഈ കീറയുള്ളൂ. ആ ഓ ഡാർക്ക്നെസ് 6:30. എടി ഇത്ര നേരം നനഞ്ഞില്ലായിരുന്നു. ഇത്ര നേരം നനഞ്ഞപ്പോ പോയി. പൂവാണ് പൂവാണ്.